എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോഴേ തന്നെ മനസ്സിലാവുമല്ലോ. സാരിയൊക്കെ ഉടുത്ത് പൂവൊക്കെ വെച്ച് വന്നത് ഇന്നത്തെ നമ്മുടെ വിഷു ദിനമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മെയിനായിട്ട് വിഷു ദിനാശംസകൾ അറിയിക്കാനാണ്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവുന്ന ഒരു പുതിയ വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ. അപ്പൊ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഒരു ഷോർട്സ് ഇട്ടിരുന്നു, ചെറിയൊരു വീഡിയോ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിധമെന്നും പറഞ്ഞു. അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്തെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ പോസിറ്റീവായ മറുപടി എനിക്ക് എന്നെ വിളിച്ചൊക്കെ പറഞ്ഞ് നല്ല പ്രാർത്ഥനയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഷോർട്സ് ആയതുകൊണ്ട് അത് 1 മിനിറ്റല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. കാരണമെന്ന് വെച്ചാൽ അത് പലരും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന രീതിയാണ് ഞാനത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി തന്നെയാണ്. നമ്മൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരത്തുള്ളൂ. അപ്പം ലോ ഓഫ് അട്രാക്ഷന്റെ മെത്തേഡ് ഒരുപാട് ആൾക്കാർ, നമ്മൾ യൂട്യൂബ് തുറന്നു നോക്കിയാൽ തന്നെ അറിയാമല്ലോ, ഒരുപാട് ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഇന്നങ്ങോട്ട് പ്രാർത്ഥിക്കുക, 1 മണിക്കൂറിനകം നിങ്ങൾക്ക് 10,000 രൂപ കിട്ടും, അല്ലെങ്കിൽ 1 മണിക്കൂറിനകം നിങ്ങൾക്ക് 1,00,000 രൂപ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടും, നിങ്ങളുടെ കല്യാണങ്ങൾ നടക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 100% സക്സസ് ആയ കാര്യമാണ്. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അത് ചെയ്യേണ്ട രീതിയാണ്. എല്ലാവർക്കും അത് സക്സസ് ആവുന്നില്ല. കാരണം എന്താ? അത് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. നമ്മൾ ചുമ്മാതെ ചെന്നിരുന്ന് നമ്മളൊരു ആഗ്രഹം പറഞ്ഞാലൊന്നും സാധിക്കത്തില്ല. നമ്മളിപ്പം എല്ലാവരും ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു 10,000 രൂപ നമ്മൾ ചോദിച്ചു, അത് എനിക്ക് കിട്ടിയില്ല, എന്നാൽ ഞാൻ ശരിയെന്നോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്ത് കളയാം, പുള്ളിയായിട്ട് വഴക്ക് കൂടി പിണങ്ങി വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുക, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ശാന്തമായ മനസ്സിലേ അത് സക്സസ് ആവത്തുള്ളൂ. നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെയൊക്കെ അടക്കി നമ്മൾ എപ്പോഴാണോ ഇത്തിരി നേരം ഒന്ന് പോസിറ്റീവായിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാവുന്ന ഒരു സമയമുണ്ട്, ആ സമയത്ത് വേണം ഈ മെത്തേഡ് ചെയ്യാൻ. കാരണം മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പ്രവർത്തിക്കുകയുള്ളൂ. വെറുതെ പോയി ചെയ്യാവുന്ന അങ്ങനെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് ഓടിച്ചെന്ന് നമ്മളങ്ങ് ഈ മെത്തേഡ് ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കേണ്ട. അതാണ് പലർക്കും അത് സക്സസ് ആവാത്തത്. നമ്മളെപ്പോഴും മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു സമയത്ത് വേണം ഇത് ചെയ്യുവാൻ. എന്നാലേ അത് പ്രാവർത്തികമാകത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിന് മനസ്സിന്റെ ശാന്തത കൊടുക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യണം. ഏത് സമയവും നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യണം. ശ്വാസം എടുക്കുമ്പോൾ വയറ് മാക്സിമം ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം വിടുമ്പോൾ വയറ് നട്ടലിനോട് ഒട്ടി വലിഞ്ഞിരിക്കണം. ഞാൻ പല വീഡിയോയിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. യോഗ ക്ലാസ്സിലൊക്കെ ഞാൻ പറയാറുണ്ട്, നന്നായിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ലോ ഓഫ് അട്രാക്ഷന്റെ മെത്തേഡ് എഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല മനസ്സിനെ ശാന്തമാക്കുക. അപ്പൊ നെഗറ്റീവ് ചിന്തകളെല്ലാം നമ്മൾ നടങ്ങും. നമ്മുടെ ആൻസൈറ്റി, ഉത്കണ്ഠ കുറയും. അപ്പൊ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറിയിരിക്കുന്ന മനസ്സിലാണെങ്കിൽ പ്രാർത്ഥന പെട്ടെന്ന് നടക്കും. അത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നല്ല ഡീപ്പ് ബ്രീത്തിങ് ചെയ്താൽ മതി. അപ്പൊ ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി സമാധാനത്തോടെ വെക്കുമ്പോൾ നിങ്ങൾ ഏത് ആഗ്രഹവും പറഞ്ഞാലും പ്രപഞ്ചം നമ്മളെ സഹായിക്കും. അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ റിലാക്സേഷൻ ശവാസന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ യോഗയൊക്കെ ചെയ്തു കഴിഞ്ഞ് ശവാസനത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാൻ പറയും. നമ്മൾ ആ വിഷ്വലൈസ് ചെയ്യാൻ പറയും. നമ്മുടെ ഒരു ആഗ്രഹം, എനിക്കൊരു 10,000 രൂപ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കാൻ പറയും. പല ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുള്ളതാണ്. ആഗ്രഹിച്ചിട്ട് നമ്മളത് നടന്നതായിട്ട് കാണാൻ പറയും. അപ്പൊ അത് നടക്കുന്നതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കാണുമ്പോൾ അത് വിഷ്വലൈസേഷൻ അവിടെ പ്രവർത്തിക്കും. വിഷ്വലൈസ് ചെയ്യുന്ന അനുസരിച്ച് ആ മെത്തേഡ് അവിടെ പ്രവർത്തിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയമാണ്. റിലാക്സേഷനിൽ കിടക്കുകയാണ്, നമ്മൾ ശവാസനത്തിൽ കിടക്കുകയാണ്. അപ്പൊ എല്ലായ്പ്പോഴും എല്ലാവർക്കും ശവാസനത്തിൽ കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? മനസ്സിനെ ശാന്തമാക്കാനുള്ള മെത്തേഡുകൾ ചെയ്യുക. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. നന്നായിട്ട് ശ്വാസം എടുക്കുക. എന്നിട്ട് ശ്വാസത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ശ്വാസം ആദ്യം ഡീപ്പായിട്ട് നമ്മൾ എത്രത്തോളം ശ്വാസം എടുക്കുന്നോ അത്രത്തോളം ശ്വാസം വളരെ താഴ്ന്ന ശ്വാസത്തെ വിടാൻ ശ്രമിക്കുക. അങ്ങനെ പതിയെ പതിയെ ശ്വാസം എടുത്ത് വിട്ട് 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 കഴിഞ്ഞ് സ്ലോ ആയതിനു ശേഷം നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിച്ചു കിടക്കുക, നിരീക്ഷിക്കുക.
അങ്ങനെയുള്ള നിരീക്ഷിച്ച് നമ്മുടെ ശ്വാസം അടങ്ങി ശ്വാസം സാവധാനമാകുന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും. ഇതെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിഞ്ഞൂടെ ശ്വാസം എടുക്കാൻ? എവിടെയും പോയി പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ. നമ്മുടെ ഉള്ളിലുള്ള ശ്വാസത്തെ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. അങ്ങനെ ശ്വാസം എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രവൃത്തി നമ്മളിലേക്ക് അത് ആക്റ്റീവ് ആവും. നമ്മൾ ചെയ്യുന്ന ആഗ്രഹം നമ്മളിലേക്ക് സാധിച്ചു വരും. അത് നമ്മൾ ചെയ്യുക. അപ്പം നമുക്കിപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണമെങ്കിൽ, പെട്ടെന്ന് സാധിക്കണമെങ്കിലും ഒക്കെ നമുക്കത് നടക്കും. എല്ലാവരും പറയും യൂട്യൂബ് തുറന്ന്, അയ്യോ നിങ്ങൾ 1 മണിക്കൂറിനകം സാധിക്കും. 1 മണിക്കൂറിനകം ഒന്നും സാധിക്കാൻ പോകത്തില്ല സാധാരണക്കാർക്ക്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ മനസ്സിനെ ശാന്തമാക്കാനുള്ള പ്രക്രിയകൾ നിങ്ങൾ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി അത് 100% സക്സസ് ആണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് നിങ്ങൾ എന്റെ സങ്കടം മാറണേ, എന്റെ കഷ്ടപ്പാട് മാറണേ, ദുഃഖം മാറണേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ മാറ്റുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നെഗറ്റീവാണ്. സങ്കടവും കഷ്ടപ്പാടും ദുഃഖവും എല്ലാം നെഗറ്റീവാണ്. നമ്മൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കുക. എന്താണ് നമ്മൾ ഈശ്വരനോട് പറയേണ്ടത്? ദൈവമേ എനിക്ക് ആരോഗ്യം തരണമേ. എൻ്റെ അസുഖം മാറാനാണെങ്കിൽ നമ്മൾ പൂർണ്ണ സൗഖ്യം തരണമേ, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതി ആയിരിക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് പണമാണ് വേണ്ടുന്നത്, എൻ്റെ കടങ്ങൾ മാറാനാണെങ്കിൽ ഈശ്വരാ എനിക്ക് സമ്പത്ത് തരണമേ, എന്നെ ധനികയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ എൻ്റെ കടം മാറണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കടം എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡാണ്. അതാണ് നമുക്ക് വീണ്ടും നമ്മളിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ കയ്യിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ കയ്യിലേക്ക് ധാരാളം പണം വേഗം വന്നുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ അക്കൗണ്ടിലേക്ക് ധാരാളം പണം വന്നുകൊണ്ടേയിരിക്കുന്നു. ആവർത്തിച്ച് പറയാം നിങ്ങൾക്ക്. ഇതൊക്കെ വളരെ സക്സസ്. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്. അത് വളരെ 100% എഫക്റ്റ് ആണ്. പക്ഷേ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന സമയത്ത് വേണം ഇത് പ്രാർത്ഥിക്കാൻ. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് അയ്യോ അവരെ ഇങ്ങനെയൊക്കെ കടന്നു പറഞ്ഞിട്ട് എനിക്ക് ഈ ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ല എന്ന് പറയരുത്. അതിന് പറയുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെ ക്ലിയർ ആക്കി വെക്കുക. അതിന് നിങ്ങൾക്ക് കുറച്ച് യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വെറുതെ വീട്ടിൽ നമ്മൾ ചെയ്താൽ മതി. കുറച്ച് റിലാക്സേഷൻ മെത്തേഡൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മളെപ്പോഴും ഈശ്വരനോട് നമ്മൾ നന്ദി പറഞ്ഞാണ് ശീലിക്കേണ്ടത്. ഈശ്വരന്റെ കൃപയാൽ എൻ്റെ ആഗ്രഹം നടത്തി തന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് തന്നതിന് നന്ദി, എനിക്ക് ജോലി കിട്ടിയതിന് നന്ദി, അല്ലെ എൻ്റെ മകൾക്ക് ജോലി കിട്ടിയതിന് നന്ദി, എൻ്റെ മകളുടെ വിവാഹം നടത്തി തന്നതിന് നന്ദി. ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ്, നടന്നില്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. സർവസ്വരൂപനായ ഈശ്വരന്റെ കൃപയാൽ എനിക്ക് സമ്പത്ത് തന്നതിന് നന്ദി, എന്നെ ധനികയാക്കിയതിന് നന്ദി. ഇനി ഈശ്വരന് നന്ദി പറയുകയാണ്. രാവിലെ എഴുന്നിട്ട് അങ്ങനെയാണ് പറയേണ്ടത്. എനിക്ക് പൂർണ്ണ ആരോഗ്യം തന്നതിന് നന്ദി, ഇന്നത്തെ ദിവസം വളരെ സന്തോഷമാക്കി തന്നതിന് നന്ദി. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക. അല്ലാതെ ഇന്നത്തെ ദിവസം അയ്യോ എനിക്കൊരു സങ്കടങ്ങളും ഉണ്ടാവരുതേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ സന്തോഷവതിയായിരിക്കണമേ, അതിന് ഈശ്വരനോട് നന്ദി. അങ്ങനെ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ അതിന്റെ കുറെ കാര്യം അതിനകത്ത് ഒരു മിനിറ്റ് ആണെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക. എന്നിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിലേക്ക് അനുകൂലമായ വ്യക്തികൾ, അനുകൂലമായ സാഹചര്യങ്ങൾ, അനുകൂലമായ പണം, അനുകൂലമായ സമ്പത്ത്, അനുകൂലമായ ആരോഗ്യം, അനുകൂലമായ സമാധാനം, അനുകൂലമായ സൗന്ദര്യം എല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഏത് സമയവും നിങ്ങളത് പ്രാർത്ഥന ഈശ്വരനോട് പറയാം. അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മളിലേക്ക് അനുകൂലമായി സംഭവിക്കും. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളൊരു 10 ദിവസം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ഇടുക, ഇതെങ്ങനെയാണ് റിസൾട്ട്. ഞാനിത് ചെയ്യാറുള്ളതാണ്. എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷെ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ സങ്കടത്തോടും വിഷമത്തോടും ഒക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം കാണിച്ചിരിക്കുന്ന സമയത്ത് അവളെനിക്ക് ആ പൈസ തന്നില്ലല്ലോ, ഞാനിത് പ്രാർത്ഥിക്കാം, അങ്ങനൊന്നും പ്രാർത്ഥിച്ചാൽ ശരിയാവത്തില്ല. മനസ്സിനെ ക്ലിയർ ആക്കി വെക്ക്. ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കും. ലോ ഓഫ് അട്രാക്ഷൻ 100% സക്സസ് ആണ്. അത് ആര് കാണിച്ചു തന്നാലും, ആരുടെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിലും അത് കറക്റ്റാണ്. അത് 100% കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിനെ പോസിറ്റീവ് ആക്കി വെക്കുക.
മനസ്സിനെ ശാന്തമാക്കി വെച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം, എനിക്ക് കുറച്ച് പണം വേണം, എനിക്ക് 10,000 രൂപ വേണം, നിങ്ങൾ അത് തന്നെ മനസ്സ് ശാന്തമാക്കി ആ 10,000 രൂപ എന്നിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വരികയാണെന്ന് കാണുക. വിഷ്വലൈസേഷൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അത് എന്നിലേക്ക് കടന്നു വരുന്നു. അതിന് നന്ദി. പ്രപഞ്ചനാഥന് നന്ദി. എനിക്കിത് കിട്ടിയതിന് നന്ദി. എനിക്ക് ജോലി കിട്ടിയതിന് നന്ദി. എൻ്റെ മകൾക്ക് ജോലി കിട്ടിയതിന് നന്ദി. അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞതിന് നന്ദി. അവർ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നതിന് നന്ദി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട്, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്ത് തന്നെയാണ് റിസൾട്ട്, കുട്ടികൾ എക്സാം എഴുതിയിട്ട് നിൽക്കുന്നത്, എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ മകൾക്ക് എൻട്രൻസ് കിട്ടി, അവൾക്ക് MBBS അഡ്മിഷൻ കിട്ടിയതിന് ഈശ്വരനോട് നന്ദി, ഒരുപാട് നന്ദി. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞ് ശീലിക്കുക. എന്ത് കാര്യവും നിങ്ങൾക്ക് സക്സസ് ആകും. ഞാനിത് പ്രാർത്ഥിക്കുന്നതാണ്, എനിക്ക് 100% സക്സസ് ഉള്ള കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു നോക്കുക. പക്ഷെ മനസ്സിനെ ശാന്തമാക്കണം. അതിന് കുറച്ച് പ്രാണായാമങ്ങളൊക്കെ ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്രാണായാമത്തിന്റെയും ധ്യാനങ്ങളുടെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കുക. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പ്രാണായാമം ചെയ്യുക, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവർക്കും അത് സക്സസ് ആവും. ഇത് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ പറയാൻ കാരണം, ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ഷോർട്സ് കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടാണ് ഞാൻ വിഷു ആയിട്ട് ഇത്തിരി ഒരുങ്ങിയൊക്കെ വിഷുക്കണി ഒക്കെ കണ്ടിട്ട് വന്നത് നിങ്ങളോട് ഇത് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഇത് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ട രീതി, തെറ്റായ രീതി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് ഗുണകരമാവട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ വിഷുദിനാശംസകളും, എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു.